ഇന്നത്തെ വീഡിയോയിൽ 2 നിയോ മോഷൻ ബാറ്ററികൾ റിപ്പയർ ചെയ്യുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് 50 കിലോമീറ്ററും ഒന്ന് 30 കിലോമീറ്ററുമാണുള്ളത്. ഇത് രണ്ടുമാണ് ഇന്നത്തെ സർവീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യം നമുക്ക് 50 കിലോമീറ്ററിൻ്റെ ബാറ്ററി നമുക്ക് കഴിച്ചു നോക്കാം. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലും നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ബാറ്ററിക്ക് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ സ്വിച്ച് ഞെക്കി പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുക. ഇതിന് പച്ച ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾ ഇതിൻ്റെ അടിഭാഗം ഒരു ഫീസ് ഉണ്ടാവും. ആ ഫീസ് ഒന്ന് കഴിച്ച് നോക്കണം. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഫീസ് ഒന്ന് കഴിച്ച് നോക്കണം. ഇതാണ് ഫീസ്, ഞാനത് വലിച്ചു വരാൻ പോവാണ്. ഇതാണ് ഫീസ്. അപ്പം ഫീസ് വലിച്ചു വരി, അത് പോയിട്ടുണ്ടോയെന്ന് ഒന്ന് പരിശോധിക്കണം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫീസ് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫീസ് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഫീസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കണം. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രൂ ആണ് കഴിക്കേണ്ടത്. 4 സ്ക്രൂ ഉണ്ട്. 1, 2, 3, 4. അപ്പോൾ 4 സ്ക്രൂ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്ക്രൂ എല്ലാം നമ്മൾ കഴിച്ച് ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മളെ സ്വിച്ചിൻ്റെ ഇത് കണക്ഷനും അത് ക്ലിയർ ആകണമെന്ന് നോക്കുക. അതിനുശേഷം ഇവിടെ ചാർജിങ് പോർട്ടുണ്ട്. ചാർജിൻ്റെ ഇതൊക്കെ ക്ലിയർ ആണെന്ന് നോക്കുക. അതിനുശേഷം നമ്മളെ ഇൻഡിക്കേറ്റർ അതൊക്കെ നോക്കുക, ചെക്ക് ചെയ്യുക. അതൊന്നും കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇനി ഇതിനൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഉള്ളിലേക്ക് ഇനി കഴിക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ വയർ കഴിച്ചു. നെക്സ്റ്റ് വയർ പ്ലസ് മൈനസാണ്. നമ്മൾ കഴിക്കുന്ന വഴി തന്നെ ഇടാൻ നോക്കണം. പ്ലസ് മൈനസ് മാറിക്കഴിഞ്ഞാൽ ആകെ കത്തും. അതേമാതിരി സ്വിച്ചിൻ്റെ ഇതുണ്ട്, ഇതിടുന്ന് വേർപ്പെടുത്തണം. സ്വിച്ചിൻ്റെ ഇത് ഞെക്കിയിട്ട് നമുക്കിത് വേർപ്പെടുത്താൻ പറ്റുന്നതാണ്. വേർപ്പെടുത്തിയിട്ടുണ്ട്. സ്വിച്ചൊക്കെ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ മാത്രമാണ് ഇത് കഴിക്കേണ്ടത്. ഇത് പ്രശ്നമുണ്ടെങ്കിൽ സ്വിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഇതാണ് നമ്മളെ ചാർജിങ് ഇൻഡിക്കേറ്റർ കാണിക്കുന്ന വയറാണ്. ഇവിടെ സോൾഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് കട്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. അത് അവിടെ കട്ടാക്കിയിട്ടുണ്ട്. ഇതും കട്ടാക്കിയിട്ട് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. ഇതെടുത്ത് നമ്മൾ മാറ്റി വെച്ചു. ഇത് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാക്കിലത്തെ സംഭവം കഴിക്കുക. സ്ക്രൂ ഊരിയിട്ട് ഇത് കഴിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലമോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. എന്നിട്ട് മാത്രമേ ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ. പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക. അല്ലെങ്കിൽ ഉള്ളിലത്തെ പ്രോബ്ലം ആണെങ്കിൽ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അടിയിലത്തെ സ്ക്രൂ കഴിച്ചതിന് ശേഷം കുത്തനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മേലോട്ട് വലിച്ചാൽ ഇത് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഊരിയെടുക്കുക. അപ്പോൾ ഇത് മുമ്പ് റിപ്പയർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ നീല കവർ ഫുൾ കവറായിട്ട് ഉണ്ടാകുക. ഇവിടെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിത് എന്താണെന്ന് ചെക്ക് ചെയ്യാം. നമ്മളിതിൻ്റെ വയറൊക്കെ മാറ്റി ഇത് വേർപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെച്ചു. അപ്പോൾ ഇനി ഇത് ബാറ്ററി മാത്രമാണ്. ഇനിയിപ്പോൾ ബാറ്ററിക്കാണോ BMSനാണോ കംപ്ലൈൻറ്റ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വോൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് മീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് വോൾട്ട് കിട്ടുന്നില്ല. അപ്പം ഇത് ഇനി BMSന് ഇപ്പോൾ കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണ്. ഔട്ട്പുട്ട് നോക്കുമ്പോൾ അതിന് വോൾട്ടേജ് കിട്ടുന്നില്ല. അപ്പോൾ BMS അല്ല, ബാറ്ററിക്ക് പ്രശ്നമുണ്ട്. ഈ ബാറ്ററി നമ്മൾ കഴിച്ച് നോക്കണം എന്താണ് വിഷയം എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ബാറ്ററി മൊത്തം പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിത് പൊളിച്ചിട്ട് നോക്കുമ്പം സെല്ലുകൾ ഇവിടെ അടുക്കി വെച്ചത് കാണാം. അത് നമുക്ക് ഊരിയെടുക്കാം. സെല്ല് കാണില്ലേ, ഇത് ഊരിയെടുക്കണം. എന്നിട്ട് ഏതാണ് പോയതെന്നൊക്കെ നോക്കാനുണ്ട്. പിന്നീട് നമ്മൾ BMSൻ്റെ വയറിൽ നിന്ന് വലിച്ചു ഊരുക. ഇതും
വിടുക. അങ്ങനെ 2 വയർ നമ്മൾ BMS ഇട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് നമുക്ക് കവറ് തുറന്നെടുക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇതേമാതിരിയാണ് സ്പോട്ട് വെൽഡിങ് അടിച്ചിട്ടുണ്ടാകുക. ഇത് സ്പോട്ട് വെൽഡിങ്ങാണ്. ഇതെല്ലാം നമുക്ക് കഴിക്കേണ്ടി വരും. സെല്ല് പോയതിനനുസരിച്ചിട്ട് ഇത് മാറേണ്ടി വരും. അപ്പോൾ ഇതിന് ഏത് ഭാഗത്തെ സെല്ലാണ് പോയെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ഡിവൈസാണിത്. ഈ ഡിവൈസിന് നമ്മളെ ഈ BMSൻ്റെ വയർ ഇതിന് കണക്ട് ചെയ്തിട്ട് വേണം നമുക്കിതിൻ്റെ ഫാൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ ഫാൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വയർ ഇതിന് കണക്ട് ചെയ്യണം. അത് ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ വയറുകൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിംഗ് ഡിവൈസിൽ നമ്മൾ ഇത് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കുമ്പം ഇവിടെ ഇൻഡിക്കേറ്റർ കത്തും. ഇനിയിപ്പോൾ ഇതെല്ലാം ഫങ്ഷനൊക്കെ മൊബൈലിലാണ് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് കിട്ടുമെങ്കിൽ ഞാൻ എടുത്തിട്ട് കാണിക്കാം. ഇതിന് ഫാൾട്ട് കാണിക്കുന്നുണ്ട്, ചുവപ്പ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഫാൾട്ട് കാണിക്കുന്നതുകൊണ്ട് ആ ചുവപ്പ് ലൈറ്റ് കത്തുന്നു, ഇല്ലെങ്കിൽ ചുവപ്പ് ലൈറ്റ് കത്തൂല. അതിൻ്റെ ഫാൾട്ട് എന്താണെന്ന് നോക്കട്ടെ. അപ്പം ഡിവൈസ് നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം 4 4 8 8 8 16 17 ചാനലാണ് കാണിക്കുന്നത്. 17 ചാനൽ ഇതിലിപ്പം ഈ മഞ്ഞ കാണിക്കുന്നത് ഫാൾട്ടിയാണ്. 3 ചാനലാണ് പച്ച കാണിക്കുന്നത്. കാരണം 3 ചാനൽ കുറച്ച് വോൾട്ടേജ് ഉണ്ട്, ബാക്കിയുള്ള ചാനലിലൊക്കെ 0 വോൾട്ടേജാണ്. പച്ച ചാനലും വോൾട്ടേജ് കുറവാണ്. ചുരുങ്ങിയതൊരു 3 വോൾട്ടൊക്കെ കാണിക്കണം. ഇപ്പം വളരെ കുറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ബൂസ്റ്റ് ചെയ്തൊന്ന് നോക്കിയോ. അപ്പം ഫാൾട്ട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്കിത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഇത് സെല്ലുകൾ പോയതായിട്ടാണ് കാണിക്കുന്നത്, പോയിട്ടുണ്ട്. വീക്ക് എന്ന് വെച്ചാൽ നമുക്ക് 2 അധികം വോൾട്ട് കാണിക്കുന്നത് മാത്രമേ നമുക്ക് വീക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ് 2 ഇറങ്ങിയിട്ട് കാണിക്കുകയാണ്. അതുകൊണ്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ആ സെല്ല് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക. അതായത് പിന്നെ ബൂസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ആ സെല്ല് ചാർജ് ചെയ്യും, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് നോക്കും കിട്ടുന്നുണ്ടോ എന്ന്. വീണ്ടും ചാർജ് ചെയ്ത് വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചാർജിങ് ഡിസ്ചാർജിങ് ഒക്കെ ചെയ്തതിന് ശേഷം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സെല്ല് നമ്മൾ ഉപയോഗിക്കുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ മാറ്റിയിടും. ഓക്കെ. അപ്പോൾ ഇനി ഇത് പൊളിക്കേണ്ടതുകൊണ്ട് നമുക്ക് BMS ഒക്കെ മാറ്റിയിട്ട് പിന്നെ സെല്ലുകൾ നമുക്ക് പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് BMS മാറ്റുകയാണ്. BMS ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കിയുള്ള സെല്ലുകളായി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെല്ല് ചെക്ക് ചെയ്തിട്ടുണ്ട്, കംപ്ലൈൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇത് പിന്നെ ബൂസ്റ്റിങ്ങും ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ഇത് നമുക്ക് ശരിയാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പോയ സെല്ലുകൾ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ. നമ്മളിവിടുന്ന് നമ്മളെ 2ാമത്തെ സെക്ഷനിലേക്ക് സാധനം മാറ്റിയിട്ടുണ്ട്. 2ാമത്തെ സെക്ഷനിലാണ് മെഷീൻ വർക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളിതിനെ മെഷീനറീസൊക്കെ ഉണ്ട് ഇവിടെ. അതിൽ നമ്മളെ ചെക്കിങ്ങിന് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലാണ് നമ്മൾ ലാസ്റ്റ് അതിൽ മനസ്സിലാവൽ സെല്ല് ഫുൾ മാറണോ അല്ല ഏതൊക്കെ സെല്ല് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും അത് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ ടെസ്റ്റിങ്ങിലൂടെയാണ് മനസ്സിലാവുക. ഇത് ടെസ്റ്റിങ്ങിന് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതിൽ കൂടി ഏകദേശം ശരിയാക്കാൻ പറ്റുന്നതൊക്കെ ശരിയാക്കിയെടുക്കും, ഇല്ലെങ്കിൽ പിന്നെ ശരിയാക്കാൻ പറ്റാത്തതൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ടെസ്റ്റിൻ്റെ ഡിവൈസിലിട്ടിട്ടുണ്ട്. ചാർജ് മെല്ലെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. 28, 29, 30, 31, 32, നമുക്ക് 51 വരെയാണ് വേണ്ടത്. 33, 34, അങ്ങനെ അത് ഓൾറെഡി ശരിയായി വരുന്നുണ്ട്. നമുക്ക് നോക്കാൻ ശരിയാവുന്നു. 35 36 അങ്ങനെ
37 38 അങ്ങനെ ചാർജ് ഫുള്ളായാൽ 52 വരെ കാണിച്ചാൽ ഏകദേശം നമുക്ക് ഓക്കെ ആയിട്ട് വരും. ഓക്കെ, ചാർജ് കയറുന്നതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ മൊബൈലിൽ അതിൻ്റെ റീഡിങ് കാണിക്കും. ഇപ്പോൾ മുമ്പത്തേനായിട്ട് പച്ച കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പച്ച 3 കാണിച്ചില്ലെങ്കിൽ ഇപ്പം 7, 8, 9 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 9 ചാനൽ ഏകദേശം ഇപ്പോൾ 10 ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കുറേശ്ശെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മാറ്റങ്ങൾ വന്നാലും സെല്ലിൽ ചാർജ് നിൽക്കുന്നുണ്ടോയെന്ന്, ഇത് ഓഫായതിനു ശേഷം നിൽക്കുന്നുണ്ടോയെന്നും കൂടി നോക്കണം. എന്നിട്ട് അത് ചാർജ് ചെയ്ത് പിന്നെ ആംബിയർ എത്ര കയറുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിസ്ചാർജിൽ എത്ര ആംബിയർ ഇറങ്ങുന്നുണ്ട് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇതിലില്ല സെല്ല് പിന്നെ മാറ്റുകയും ചെയ്യലും എടുക്കേണ്ടത് എടുക്കുകയും ചെയ്യലും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ടെസ്റ്റിംഗ് രീതി. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം പഠിക്കും. അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിയോ മോഷൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ 9847 86 64 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി കിട്ടുന്നതാണ്. ഓക്കെ, ബൈ.